ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടാതെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് കറിയാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കറിയാണ്. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിരുന്നതാണ്, ചതച്ചെടുക്കുക. അതിട്ട് കൊടുക്കുക. നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-20 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. നല്ലൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ സ്പൂണിന് നല്ല 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 6-7 തണ്ട് കറിവേപ്പില രണ്ടായിട്ട് മുറിച്ചത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. 2 കിലോ ബീഫിനുള്ള അതൊന്ന് വേവിക്കാൻ വെക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പം നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തത്. മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ബീഫ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ പോവാണ്. 15 മിനിറ്റായി നമ്മൾ വേവിക്കാൻ വെച്ചിട്ട്. ഒരു 7 വിസിലടിച്ചു കേട്ടോ. ബീഫ് കറി വെക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുവാണ്. ബീഫ് കറി വെക്കാനായിട്ട് ഇങ്ങനെ ഉണക്കത്തേങ്ങ ഇങ്ങനെ അരിഞ്ഞെടുത്തത് നമ്മളൊന്ന് മുപ്പിച്ചെടുക്കുവാണ്. ഇത് 200 ഗ്രാം കൊച്ചുള്ളിയും 4 ചെറിയ സവാളയും അരിഞ്ഞതാണ്. കൊച്ചുള്ളി ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ടിട്ട് എടുത്താൽ ഇത് നമുക്ക് ഇനി തേങ്ങ നമ്മുടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കടുപ്പ് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിരുന്നതാണ്. അത് നമ്മൾ വഴറ്റുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 2.5 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചെറിയൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. വേവിച്ച് വെച്ചിരുന്ന
ഇറച്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലയാണ്. ഗരം മസാല ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിനകത്ത് വേവിച്ചെടുത്തപ്പോൾ അതിന് പരുവത്തിനുള്ള വേവിച്ച് കിട്ടിയപ്പം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് പരുവത്തിന് നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല. ആ വെള്ളം തന്നെ ആട്ടോ. ചെറിയ തീയിൽ ഒന്ന് കിടന്ന് പറ്റി വരട്ടെ കേട്ടോ. ആവശ്യമായിട്ടുള്ള കായ ഇട്ട് കൊടുക്കുക. വഴറ്റുമ്പോൾ ഇടുന്ന ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഇട്ടില്ലായിരുന്നു, ഇപ്പം ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ ചെറിയ കനലിൽ കിടന്ന് ഒന്ന് പറ്റി വരട്ടെ. കടുക് വറക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറാ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.